സമുദ്രത്തിൽ 11 കിലോമീറ്ററോളം ആഴമേറിയ ഒരു ഭാഗമുണ്ട്. അതിൻ്റെ 20% മാത്രമാണ് മനുഷ്യർക്ക് എത്തിപ്പെടാൻ ഈ ആധുനിക സംവിധാനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അതിൻ്റെ 20% മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ലോകത്തിൻ്റെ സൃഷ്ടാവ് എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണല്ലോ. ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അതിൽ തടസ്സമുണ്ടാവും? അതേസമയം ഇന്ന ഗോത്രത്തിലെ ആളുകളെ നിങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ മറ്റു ഗോത്രക്കാർ ഒരുപക്ഷെ സമ്മതിക്കില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു പുതിയ എന്നാൽ എല്ലാവർക്കും ഗുണമുള്ളതും ആകർഷണീയമായതുമായ ഒരു സംഗതി ഒരാൾ ക്രിയേറ്റ് ചെയ്തു എന്നറിയുമ്പോൾ ആ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയെ നമ്മൾ ആദ്യം കണ്ടെത്താൻ ശ്രമിക്കും. ഇപ്പോൾ വാർത്തകളിലൊക്കെ ട്രെൻഡായി വരുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേകമായൊരു സംഗതി നടന്നു കഴിഞ്ഞാൽ അത് ആരിലൂടെയാണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്ന വീഡിയോകൾ നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. ഒരു കുഞ്ഞു പൈതൽ സെൻസൈഡിൽ നിന്ന് വീഴുമ്പോൾ രക്ഷിക്കാൻ വേണ്ടി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയ മലയാളിയെ മീഡിയക്കാർ കണ്ടെത്തി അവരിൽ നിന്ന് ഇൻ്റർവ്യൂ എടുത്തു. അപ്പോൾ അടുത്ത ദിവസം ഒരു ഫുട്ബോൾ താരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സെൽഫി എടുക്കാൻ നിന്ന ഒരു മലയാളി പെൺകുട്ടിയെ നമ്മുടെ മീഡിയക്കാർ കണ്ടെത്തിയിട്ട് അവരിൽ നിന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്സാരമായ ഇത്തരം ചെറിയ ചില വിഷയങ്ങളിൽ പോലും അതിൻ്റെ ഒറിജിനൽ വക്താവിനെ കണ്ടെത്തുവാനും അവരിൽ നിന്ന് അവരുടെ അനുഭവങ്ങൾ തേടുവാനും ആളുകൾ വ്യഗ്രത കൊള്ളുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകത്തെ ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവുണ്ട്. ഒരു മൊട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവില്ല എന്നാണ് നമ്മളെ വിശ്വാസം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ പല കാര്യങ്ങളും പല ആളുകളും പല മെഷീൻസുകളും വേണം. എന്നാൽ ഈ ലോകത്തെ നോക്കൂ, ഈ ലോകത്തിൻ്റെ പല വിഷയങ്ങളിലും മനുഷ്യൻ്റെ ശാസ്ത്രം കൈകടത്തലുകൾ ഇന്ന് ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ പോലും എല്ലായിടത്തും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സമുദ്രത്തിൽ 11 കിലോമീറ്ററോളം ആഴമേറിയ ഒരു ഭാഗമുണ്ട്. അതിൻ്റെ 20% മാത്രമാണ് മനുഷ്യർക്ക് എത്തിപ്പെടാൻ ഈ ആധുനിക സംവിധാനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അതിൻ്റെ 20% മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ലോകത്ത് ആമസോൺ കാടിനെക്കുറിച്ച് കേൾക്കാത്തവർ വളരെ വിരളമായിരിക്കാം. എന്നാൽ ആ ആമസോൺ കാടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് മനുഷ്യൻ്റെ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ പരിമിതമായ അറിവുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ. ഓരോ വർഷവും 100-ലധികം പുതിയ പുതിയ സ്പീഷ്യസുകളെ അവിടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സയൻസ് നമുക്ക് റിപ്പോർട്ടുകൾ നൽകുന്നത്. ഇനി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും എല്ലാം വ്യത്യസ്തമായ അത്ഭുതങ്ങൾ മനുഷ്യൻ ഓരോ ദിവസവും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശ യാത്ര നടത്താൻ ഓരോ ദിവസവും അതിൻ്റെ പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിനെ അതിൻ്റെ ശരിയായ കോണിൽ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തിയെ ഇന്നും മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അറിയാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു പ്രപഞ്ച ലോകം, ഈ അത്ഭുതങ്ങളുടെ കലവറ, ചില ആളുകൾ പറഞ്ഞത് വെറുതെ ഉണ്ടായി എന്നാണ്, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായി എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മൊട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവൂല എന്നാണെങ്കിൽ ഈ ലോകം വെറുതെ ഉണ്ടാവൂല എന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ കഴിയും. മാത്രമല്ല, ഇത് വെറുതെ ഉണ്ടായത് മാത്രം എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മാത്രം അവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെ വാദിക്കുന്നവർ പറയേണ്ടത് ആ പൊട്ടിത്തെറിയിലൂടെ ഒരു സാധനം പൊട്ടിത്തെറിച്ചാൽ അത് ചിന്നിച്ചിതറി ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾ വാദിക്കുന്നത് പൊട്ടിത്തെറിയിലൂടെയാണ് ഈ ലോകം ഉണ്ടായത് എന്ന് വാദിക്കുമ്പോൾ സൂര്യൻ അതിൻ്റെ കൃത്യമായ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാലക്സികൾ, ഗോളങ്ങൾ എല്ലാം അതിൻ്റെ കൃത്യമായ സഞ്ചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പൊട്ടിത്തെറിച്ച സാധനങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ കൃത്യമായി അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ മൂവ്മെൻറ്റ് വളരെ വ്യക്തവും കൃത്യവുമാണ്. ഒരു നിലയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ വളരെ ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ലോകത്തിൻ്റെ പ്രപഞ്ചത്തിലെ പല വസ്തുക്കളും നമുക്ക് കാണാൻ കഴിയും. ഇതൊരു പൊട്ടിത്തെറിയിലൂടെ മാത്രമാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ
ഇത്തരം കാര്യങ്ങൾ ആര് സംവിധാനിച്ചു എന്നതും മറ്റൊരു ചോദ്യമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഒന്നും പൊട്ടിത്തെറിയിലൂടെ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ആ പൊട്ടിത്തെറിക്കാൻ തന്നെ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? അവിടെയും നിങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഒരു സാധനം പൊട്ടിത്തെറിക്കണമെങ്കിൽ പോലും ആ പൊട്ടിത്തെറിക്കാൻ ഉണ്ടാകുന്നൊരു സാധനം ഉണ്ടല്ലോ, അതെവിടെ? അതാര് സൃഷ്ടിച്ചു? മറ്റൊരു ചോദ്യമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പറഞ്ഞു വരുമ്പോൾ ഈ ലോകത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവുണ്ട് എന്നത് തന്നെയാണ് ഓരോ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ആമസോൺ കാടിലേക്കോ അല്ലെങ്കിൽ കടലിൻ്റെ ആഴത്തിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പീഷ്യസിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഓരോ ആന്തരിക അവയവങ്ങളും അത്ഭുതങ്ങളുടെ കലവറയാണ് എന്നത് സയൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം നമ്മൾ ഉറങ്ങിയാലും ഉണർന്നിരുന്നുവാലും, നമ്മൾ സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും ശരി, നമ്മുടെ ഹൃദയം ഇടിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം 1,00,000 പ്രാവശ്യമെങ്കിലും ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. നമ്മുടെ കരൾ, കിഡ്നി, ഇതെല്ലാം അതിൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിലേക്ക് ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 വർഷത്തിനിടയിൽ അത് 4 പ്രാവശ്യം കേടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ ഫിൽട്ടർ ചെയ്യുന്ന ആ ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടാകും. എന്നാൽ ജനിച്ചിന്നേ വരെ അള്ളാഹുവിൻ്റെ സംവിധാനം, സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ സംവിധാനം നമ്മുടെ ഉള്ളിൽ ഫിൽട്ടർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. രക്തത്തെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 200 ലിറ്റർ വരെ ഫിൽട്ടർ ചെയ്യുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മുടെ കണ്ണുകളെ നോക്കൂ. ഞാനിപ്പോൾ ഈ പ്രോഗ്രാം എടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ക്യാമറയേക്കാൾ എത്രയോ പവർ ഉള്ളതാണ്. ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുള്ള ക്യാമറകൾക്ക് തുലനം ചെയ്യാൻ സാധിക്കാത്തത്രയും വളരെ മനോഹരമായും ഏറ്റവും നല്ല പ്രവർത്തനങ്ങളും സംവിധാനിച്ചിട്ടുള്ള ഒരു അവയവമാണ് കണ്ണ് എന്നുള്ളത്. പ്രകാശം വരുമ്പോൾ അതിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ സൈസ് കുറയും. പ്രകാശം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ കൃഷ്ണമണിയുടെ സൈസ് അതിൽ വ്യത്യാസപ്പെടും. നമ്മൾ നമ്മുടെ ലെൻസിൽ ഇങ്ങനെ കറക്കി തിരിക്കുന്നത് പോലെ തിരിക്കുന്നതിനനുസരിച്ച് വലിപ്പം കൂടുകയും കുറയുകയും അല്ലെങ്കിൽ സൂം ചെയ്യുകയും കുറയുകയും ചെയ്യുന്നു. അതിന് പിന്നിൽ പ്രവർത്തിക്കാൻ ഒരാൾ വേണം. പക്ഷേ നമ്മുടെ കണ്ണുകൾ ലൈറ്റിനനുസരിച്ച്, പ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഏറ്റ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ച ഒരു സ്രഷ്ടാവ് ഉണ്ട് എന്നത് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ അറിയുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സംഗതി നടന്നപ്പോൾ ആ വ്യക്തിയെ കണ്ടെത്താനും ആ വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യാനും നമ്മൾ കാണിക്കുന്ന വ്യഗ്രത എത്രമാത്രമുണ്ടോ അതിനേക്കാൾ വലിയ ആഗ്രഹവും താല്പര്യവുമാണ് നമ്മെ ഈ രൂപത്തിൽ ഏറ്റവും മനോഹരമായി അനുഗ്രഹങ്ങൾ നൽകി ഏറ്റവും നല്ല സംവിധാനത്തിലൂടെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബിനെ കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ റബ്ബിനെ അറിയുക, ആ റബ്ബിനെ കണ്ടെത്തുക, ആ റബ്ബ് പറഞ്ഞത് നമ്മൾ കേൾക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന കാര്യമാണ്. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. മഹാനായ മൂസ അലൈഹിസ്സലാം ഫിർഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവാൻ. മൂസയോട് ഫിർഔൻ പറഞ്ഞത് അന റബ്ബുക്കുമുൽ അഅല, ഞാൻ വലിയ ലോകത്തിൻ്റെ രക്ഷിതാവാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അഹങ്കാരിയായ ഫിർഔൻ അന്ന് വാഴ്ന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ അധികാരം കാരണം അഹങ്കാരം മൂക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാനാണ് ലോകത്തിൻ്റെ രക്ഷിതാവ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നിട്ട് ചില ന്യായങ്ങളും വാദങ്ങളും പറഞ്ഞു വച്ചു. അവിടെ കൂടെ ഒഴുകുന്ന നദി അധികാരത്തിൻ്റെ പരിധിയിൽ വരുന്നതായതുകൊണ്ട് ഇതെൻ്റെ കാൽ കീഴിൽ കൂടെയാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞു. ഞാനാണ് ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി 2 ആൾക്കാരെ വിളിച്ചു വരുത്തുകയും എന്നിട്ട് ഒരാളെ കൊല്ലുകയും മറ്റൊരാളെ വെറുതെ വിടുകയും ചെയ്തിട്ട് പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ ജീവിപ്പിച്ചു ഒരാളെ, മറ്റൊരാളെ കൊന്നുകളഞ്ഞു, അതായത് മരിപ്പിച്ചു. ഇങ്ങനെ ദുർന്യായങ്ങൾ വെച്ചുകൊണ്ടും അതിനെ വിജയിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടും ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത രൂപത്തിൽ അവരുടെ വാദങ്ങൾ ജയിക്കാനുള്ള ചില നുണകളും പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും മാത്രമായിരുന്നു അവർ ചെയ്തിരുന്നത്. എന്നാൽ ഈയൊരു വസ്തുതയിൽ നിന്ന് യഥാർത്ഥ സ്രഷ്ടാവ് ആരാണ് എന്ന് മഹാനായ മൂസ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മൂസ അലൈഹിസ്സലാമിനോട് ഫിർഔൻ ചോദിക്കുന്നുണ്ട്, ഫമാ റബ്ബുക്കുമാ യാ മൂസ, നിങ്ങളുടെ റബ്ബ് ആരാണ്
മൂസ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൂസയും ഹാറൂണും അലൈഹിസ്സലാം അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി മനോഹരമായ ഒരു മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദ. നമ്മുടെ റബ്ബ് ആരാണെന്നറിയോ? നമ്മുടെ റബ്ബ് എന്നത് എല്ലാത്തിനും അതിൻ്റേതായ രൂപകൽപ്പന നടത്തി കൃത്യമായ രൂപങ്ങൾ നൽകി എല്ലാത്തിനെയും സൃഷ്ടിച്ച് മാത്രമല്ല അതിനു വേണ്ട മാർഗദർശനവും കൂടി തന്നവനാകുന്നു നമ്മുടെ റബ്ബ് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ എല്ലാം ശരീരപ്രകൃതികൾ അതെല്ലാം വ്യത്യസ്തമാണ്. നമ്മുടെ വിരൽത്തുമ്പ് പോലും വ്യത്യസ്തമാണ്. ലോകത്ത് ഇന്നേ വരെ ജനിച്ചു മരിച്ച എല്ലാവരുടെയും വിരൽത്തുമ്പ് വ്യത്യസ്തമാണ്. നമ്മുടെ കണ്ണുകളുടെ അതിൻ്റെ രശ്മികൾ അല്ലെങ്കിൽ അതിൻ്റെ രൂപങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനെയും കൂടി സ്കാൻ ചെയ്യുന്നത്. എല്ലാം വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായ രൂപത്തിൽ അതിന് രൂപകൽപ്പന ചെയ്തുകൊണ്ട് നമുക്ക് മാർഗദർശനം നൽകിയ, സൃഷ്ടിച്ച് മാർഗദർശനം ചെയ്യുകയും ചെയ്ത നമ്മുടെ സ്രഷ്ടാവ്, അവനാണ് നമ്മുടെ റബ്ബ് എന്ന് പറയുകയുണ്ടായി. എത്ര മനോഹരമായ മറുപടിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ രക്ഷിതാവിനെ കണ്ടെത്തേണ്ടത്, നമ്മുടെ സ്രഷ്ടാവിനെ കണ്ടെത്തേണ്ടത് ആ രൂപത്തിലാണ്. ഏതെങ്കിലും ഒരു ഗോത്ര ദൈവത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലെ ദൈവത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്ലിനെയോ മുള്ളിനെയോ മുരടിനെയോ മൂർഖൻ പാമ്പിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെയല്ല നമ്മൾ ആരാധിക്കേണ്ടത്. മറിച്ച് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ നമ്മുടെ റബ്ബിനെയാണ് നാം ആരാധിക്കേണ്ടത്. നമ്മുടെ സൃഷ്ടാവ്, ലോകത്തിൻ്റെ സൃഷ്ടാവ്, എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണല്ലോ. ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അതിൽ തടസ്സമുണ്ടാവുമോ? അതേസമയം ഇന്ന ഗോത്രത്തിലെ ആളുകളെ നിങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ മറ്റു ഗോത്രക്കാർ ഒരുപക്ഷെ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിലെ രാജാവിനെയോ അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിലെ ദൈവമായി സങ്കല്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയെയോ ശക്തിയെയോ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യക്കാർ സമ്മതിക്കില്ല. അതേസമയം എല്ലാവർക്കും, എല്ലാ രാജ്യക്കാർക്കും ഗോത്രക്കാർക്കും എല്ലാം മനുഷ്യരായി ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ലോകത്തെ സൃഷ്ടിച്ച, ആകാശത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, ഇതിനിടയിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിക്കുക മാത്രമല്ല അതിന് കൃത്യമായ ദിശാബോധം നൽകുകയും അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന, റിസ്ക് നൽകുന്ന, ഉപജീവനം നൽകുന്ന, അങ്ങനെ ലോകത്തിൻ്റെ സർവ്വ നിയന്ത്രണവും നടത്തിക്കൊണ്ടിരിക്കുന്നവനായ റബ്ബിനെ, സ്രഷ്ടാവിനെ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ അതിലാർക്കും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അതൊരിക്കലും ഒരു തീവ്രവാദവുമല്ല. ചില ആളുകൾ അതിനെ ആ തീവ്രവാദമായി ചിത്രീകരിക്കാറുണ്ട്. അതൊരിക്കലും അത് തീവ്രവാദവുമല്ല. മറിച്ച് എല്ലാവർക്കും സമമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആദർശത്തിലേക്കാണ് ഇസ്ലാം ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ആ റബ്ബിനെ കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.